മോനെ ആ ഫോണിൽ എടുത്തേ. ഹലോ അമ്മാമ്മേ, സുഖാണോ? ആ സുഖമാണ് പൊന്നൂസേ. മോൻ എന്തെടുക്കുവാ? അമ്മ എവിടെ? അമ്മ കിച്ചണില, ഞാൻ കൊടുക്കാം. അമ്മ ഇന്ന് ലീവാണോ? ആ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പം മോളെ ഒന്ന് വിളിക്കാന്ന് കരുതി. മോളുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഞാൻ കിച്ചണിലായിരുന്നു. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ മോളെ. ഞാൻ ഈ വെള്ളിയാഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ട്. ഓ, ലീവ് കിട്ടിയോ? സാധാരണ 2 വർഷം കഴിഞ്ഞാലേ വരാറുള്ളത്. പോയിട്ട് 1 വർഷമേ ആയുള്ളൂ. ഞാൻ ലീവിനല്ല മോളെ വരുന്നത്. പിന്നെ ഞാൻ നിർത്തി വരുവാ. 10-25 വർഷമായില്ലേ മക്കളെ ഇവിടെ. മതിയായി, മടുത്തു. മക്കളോടൊത്തോ കഴിയാൻ പറ്റിയില്ല. ചെറുമക്കളോടൊപ്പമെങ്കിലും ഇനിയുള്ള കാലം കഴിയാമല്ലോ. അമ്മയ്ക്ക് 5-6 വർഷം കൂടെ നിൽക്കാമല്ലോ. പിന്നെ കാലാവധി കഴിഞ്ഞു വന്നാ പോരെ. പഴയതുപോലൊന്നും വയ്യ മോളെ. ഇനി എത്ര കാലമെന്ന് വെച്ചാ? എന്താ അമ്മ ഈ പറയണേ? അമ്മ ഇനി വന്നാ പിന്നെ ഇവിടുത്തെ കാര്യോ? അമ്മയ്ക്കറിയാലോ ചേട്ടന്റെ ശമ്പളം കൊണ്ട് എന്താകാനാ. അതുപോലെ തന്നെ അമ്മയ്ക്ക് നിൽക്കാൻ ഇവിടെ വീടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒരു വീടൊക്കെ വാങ്ങണ്ടേ? എനിക്ക് എന്തിനാ മക്കളെ ഇനി വീട്? എൻ്റെ 2 മക്കൾക്കും ഞാൻ വീട് വെച്ച് തന്നിട്ടുണ്ട്. മരിക്കുന്നത് വരെ എവിടെയെങ്കിലും കഴിയണം, അത്ര തന്നെ. ആ, അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും. ഇത്തവണ മായയുടെ വീട്ടിൽ പോയി നിന്നോ. എല്ലാ തവണയും ലീവിന് വരുമ്പോ അമ്മ ഇവിടെയല്ലേ നിൽക്കാറ്. എന്നാ ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. അതെ, എഴുന്നേക്കുന്നില്ലേ? എന്തുറക്ക ഇത്? ഞായറാഴ്ചയായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല. നീ ഒന്ന് മോകായിട്ട് എന്നാ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതെ, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച വരുന്നു. ഈ വെള്ളിയാഴ്ചയോ? നന്നായി. എന്ത് നന്നായിരുന്നു? അമ്മ ജോലി നിർത്തിയാ വരുന്നേ. കുറെ വർഷമായില്ലടി. ഇനി നാട്ടിൽ നിൽക്കട്ടെ ആ പാവം. അപ്പൊ നമ്മുടെ കാര്യോ? അമ്മ അവിടെ നിന്ന് ശമ്പളം അയക്കുന്നുണ്ടല്ലേ, നമ്മുടെ അടുത്ത കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം ഇല്ലാതെ പോകില്ലേ? ഓ, അപ്പൊ അതാണല്ലേ നിന്റെ പ്രശ്നം. നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാം. ഇനിയും ബുദ്ധിമുട്ടിക്കണോ ആ പാവത്തിന്? ഓ, നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തായാലും ഞാൻ അമ്മയുടെ അടുത്ത് മായയുടെ വീട്ടിൽ നിൽക്കാനാ പറഞ്ഞേക്കുന്നത്. നിങ്ങളായിട്ട് അതിന് മാറ്റമൊന്നും വരുത്തരുത്. ആ പാവം നിന്റെ അമ്മ തന്നെയല്ലേ. അതിനത് എപ്പോഴും ലീവിന് വരുമ്പോ ഇവിടെ തന്നെയല്ലേ നിൽക്കാറ്. എന്നാലേ ഇനി അതൊന്നും വേണ്ട. പണിയും നിർത്തിയിട്ടുള്ള വരവാ. കാലാകാലം അമ്മയ്ക്ക് കൂടി വച്ചുണ്ടാക്കാനൊന്നും എനിക്കെങ്ങാനും വയ്യ. അമ്മ ഇതെന്ത് ഭാവിച്ച? ഉള്ള ജോലിയും കളഞ്ഞ് ഇങ്ങോട്ട് വരാൻ? ഞങ്ങൾ ജീവിക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. അമ്മയ്ക്ക് തീരെ വയ്യാഞ്ഞിട്ടല്ലേ മോളെ? അമ്മ ഗീതുവിന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാനാ അവള് പറയുന്നത്. ഇവിടെയോ? ഇവിടത്തെ അവസ്ഥ അമ്മയ്ക്ക് അറിയാവുന്നല്ലേ. എല്ലാവരുടെ അവസ്ഥ അമ്മയ്ക്ക് അറിയാം മക്കളെ. ഞാൻ അങ്ങ് വരട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ ആ സുരേഷിൻ്റെ ഫോണൊന്ന് കൊടുത്തേ. ആ, ചേട്ടൻ ഇവിടെ ഇല്ല അമ്മേ. ചേട്ടൻ പുറത്തു പോയിരിക്കുക. വരുമ്പം പറയാം. അമ്മ വന്നിട്ട് ഗീതുവിന്റെ വീട്ടിൽ ഞങ്ങൾ വന്ന് അമ്മയെ കണ്ടോളാം. എന്നാ വയ്ക്കണ്ട അമ്മേ, അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. നിന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഇനി മാസം കിട്ടുന്ന വരുമാനമൊന്നും കഷ്ടം തന്നെ. ഇങ്ങോട്ട് വരാൻ നിന്നതാ. ഞാൻ ഗീതുവിന്റെ വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ഫോൺ കട്ട് ചെയ്തു. എനിക്കും തോന്നി അതല്ലേ ഞാൻ നിന്റെ ഒന്ന് ഫോൺ വാങ്ങിക്കായിരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യേണ്ടി വന്നേനെ. പിന്നെ നമ്മുടെ തലയിലാവും. അതെ,
നീ ഇനി ഗീതുവിനെ വിളിക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് പോയി അമ്മയെ കാണാം. അത് മതി. ഗീതു, അമ്മ വരുമ്പോ വിളിക്കാൻ പോണ്ടേ? അതിന് നിങ്ങൾ അതിനെ വിളിക്കാൻ പോകുന്നത്? അമ്മയ്ക്ക് മരുമക്കൾ വേറെ ഉണ്ടല്ലോ. അതിന് അവരെപ്പോഴും ഇവിടെയല്ലേ വരുന്നത്. നിങ്ങളാണ് അവർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. മായയുടെ ഭർത്താവിനെ നോക്ക്, അവർക്ക് ഫുൾ സപ്പോർട്ടാണ്. അത് നിന്റെ അമ്മയാണ്, നീ അത് മറക്കരുത്. അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? ഞാൻ മനോജ്. കഴിഞ്ഞ തവണ അമ്മ ലീവിന് വന്നില്ലേ സന്തോഷിന്റെ വീട്ടിൽ? അവിടെ ഞാൻ വന്നിരുന്നു. ഓ, ഇപ്പൊ ഞാൻ ഓർക്കുന്നു. മോന് സുഖമാണോ? സുഖം. ഇന്നലെ രാത്രിയാണ് സന്തോഷ് എന്നെ വിളിച്ചു പറയുന്നത്, അമ്മ വരുന്നുണ്ട്, വിളിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞു. അമ്മ മോളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, വിളിക്കാൻ വന്നില്ല. സന്തോഷെങ്കിലും വരുമെന്ന് കരുതി, അതാ ചോദിച്ചേ. അവള് പറഞ്ഞു കാണും പോകണ്ടെന്ന, അതാണ്. മോനെ, ആ ചായക്കട ഒന്ന് നിർത്ത്, ഒരു ചായ കുടിച്ചിട്ട് പോ. അമ്മ അവിടുന്ന് ജോലി നിർത്തി വന്നതാണോ? അതെ. ചോദിക്കുന്നതുകൊണ്ട് അമ്മയൊന്നും വിചാരിക്കരുത്. അമ്മ അവിടുന്ന് ജോലി നിർത്തി വന്നത് മക്കൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല അല്ലേ? അച്ഛനില്ലാത്ത കുട്ടികളായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിദേശത്ത് പോയത്. തുണി അലക്കിയും പാത്രം കഴുകിയും അവരെ ഞാൻ ഇതുവരെ എത്തിച്ചത്. പക്ഷെ അവർക്കിപ്പോ എന്നെ വേണ്ട. സന്തോഷെല്ലാം എന്നോട് പറഞ്ഞു. അവന്റെ ഒരു നിർബന്ധത്തിലാ അമ്മ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതറിയാം മോനെ, എൻ്റെ മക്കൾക്കില്ലാത്ത സ്നേഹമാണ് അവൻ എന്നോട്. അവൻ എന്നെ വിളിച്ചിരുന്നു. അമ്മയ്ക്കിവിടെ ഒരു കുറവും ഉണ്ടാകില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. മനോജെ, എനിക്കൊരു വാടക വീട് വേണം. അത് സന്തോഷ് എന്നോട് പറഞ്ഞിരുന്നു. വീട്ടിൽ നിന്ന അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ലെന്നും അവൻ പറഞ്ഞു. അമ്മ മാറി നിന്ന അവനെന്നും വന്ന് അമ്മയെ കാണാമല്ലോ. ആ, അമ്മ വന്നല്ലോ. ഡാഡിയെ, പെട്ടി എടുക്കണം. പെട്ടിയൊക്കെ പിന്നെ എടുക്കാം, ഞാൻ ആദ്യം അമ്മയെ കാണട്ടെ. അമ്മ ഉറക്കായ? അമ്മേ, 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 എടാ മനോജ, അമ്മ വിളി കേൾക്കുന്നില്ല. അമ്മ, അമ്മ, അമ്മ. എടാ മനോജ, അമ്മ വിളിച്ചിട്ട്. മനോജ,
ഹൃദയബന്ധങ്ങൾ നീർക്കുമലകൾ പോലെ ഉടഞ്ഞു വീഴുമ്പോൾ ഞാൻ ചിലരുടെ മനസ്സിൽ ആരുമല്ലാതായി തീരും. എങ്കിലും ഇനിയും നിലച്ചിട്ടില്ലാത്ത എന്റെ ഈ കൊച്ചു ഹൃദയം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. കാരണം സ്നേഹത്തിന് മരണമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.